ഒറ്റ മൈൻഡിൽ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് കല്യാണം കഴിച്ച ഇതായിരിക്കും അവസ്ഥ. കണി കാണാൻ സ്വന്തം മക്കളായിരിക്കും. അടുക്കളയിൽ എത്തി നോക്കിയപ്പോ ഒരു വാടിയൊരു പായണ്ട്. പിന്നെ ഓന് വെറുതെട്ടില്ല അങ്ങോട്ട് വായിലാക്കിട്ടോ. പിന്നെ ഉമ്മാന്റെ സ്പെഷ്യൽ എന്തൊക്കെയാ നോക്കി. അത് പിന്നെ എന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. നമ്മൾ വന്നത് ഷോപ്പിങ്ങിനല്ലേ, പിന്നെ ഒന്നും നോക്കില്ല. ഉമ്മാനും കൊണ്ട് ഒറ്റ മൈൻഡിൽ പോകാൻ വേണ്ടിട്ട് നിൽക്കാൻ കേട്ടോ. ഉമ്മാന്റെ വിചാരം എന്റെ ഏട്ടത്തി എന്നാ ആ വിചാരം അവിടെ നിന്നോട്ടെ. ഉമ്മാനും പൊക്കി പോകണം വിചാരിക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ഉമ്മ കുറെ ക്യൂട്ട്നെസ് ഒക്കെ വാരി ഇതേ കാറിൽ വലിയ മെയിൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. മെയിൻ ആയിക്കോട്ടെ മുന്നിലായിട്ട് ഇരുത്തി ഞാൻ ഇവിടെ കൊണ്ടുപോകാൻ കേട്ടോ. ഈ പോണത്തെ എങ്ങട്ടാന്നല്ലേ, കോഴിക്കോടുക്കാണ് കേട്ടോ. എനിക്കൊരു മുട്ടസൂചി വാങ്ങണമെങ്കിൽ കോഴിക്കോട് എത്തിയാലേ മനസ്സിന് തൃപ്തി ആവുള്ളൂ കേട്ടോ. എന്റെ വീഡിയോ എടുക്കാനായിട്ട് അമ്മമാരുടെ വീഡിയോ എടുത്ത് മെയിൻ ആണ്. ഏതായാലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇവിടെ സഹിച്ചിട്ടോ. വണ്ടി ഇടവണ്ടപ്പാറം വെച്ച് വണ്ടിനെ ഭദ്രാക്കി ഞങ്ങൾ ടാറ്റയും പറഞ്ഞ് പോവാണ് കേട്ടോ. ബസ്സിന് പോകാൻ തന്നെ മെയിൻ ആയി പോയി. ബസ്സാണെങ്കിൽ അവിടെ ഇല്ലാണ്. കുറച്ചേരം അങ്ങോട്ട് പോസ്റ്റ് ആയിരുന്നു. കുറച്ചേരം ഫോണിലൊക്കെ കളിച്ചിരിക്കണ്ട. അപ്പൊ നമ്മളെ ബസ്സോട് വന്നേ. പിന്നെ അതിലേക്കോട്ട് ഓടി കയറി. കോഴിക്കോട് എത്തിയപ്പോ ഉമ്മാന്റെ ഒരു ചോദ്യം, എന്തെങ്കിലും കഴിക്കലെന്ന്. പിന്നെ ഭക്ഷണമല്ലേ, നമ്മൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി. ആ ഹോട്ടലിലുള്ള ഏകദേശം എല്ലാ സംഭവം നമ്മൾ ഓർഡർ ചെയ്ത്. കപ്പുണ്ട്, ഉപ്പുമാവുണ്ട്, ചിന്നമുട്ട ഉണ്ട്. കോഴിക്കോട് വന്നാൽ പിന്നെ ഈ ഒരു സംഭവം മസ്റ്റ് ആണല്ലേ. എന്ത് കല്ലുമ്മക്കായി തന്നെ പ്ലേറ്റും അങ്ങോട്ട് ഫുള്ളാക്കിയത്. ഈ മുതലില്ലാത്ത അന്നത്തെ എനിക്ക് റാഹത്താവൂല. പിന്നെ നമ്മൾ പോയത് പുട്ടിടാനുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങാനാണ്. 2 ഐറ്റംസ് വാങ്ങി മത്തിക്കവർ ആയപ്പോ ഇത്ര പൈസ ആയിട്ടോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബസ്സിനകത്തേക്കാണ്. അപ്പൊ എന്റെ ഒരു ബ്രദറിന്റെ ഒരു വിളി. ഓനെ കണ്ടു കുറച്ചേരം ഓനോട് ചൊല്ലിത്ത ബസ്സിന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ബസ്സിൽ കയറിയപ്പോ അലാക്കിന്റെ തിരക്കും. എന്തായാലും സഹിച്ച് നമ്മൾ നാട്ടിലെത്തി. അപ്പൊ അടുത്തൊരു വീഡിയോ